മാവോയിസ്റ്റ് നേതാവ് രൂപേഷിന്റെ വിയ്യൂർ ജയിലിലെ നിരാഹാര സമരം അവസാനിപ്പിച്ചു. രൂപേഷിന്റെ പുസ്തകം പ്രസിദ്ധീകരിക്കുന്ന കാര്യത്തിൽ അനുഭാവപൂർവ്വമായ നടപടികൾ സ്വീകരിക്കാമെന്ന ഉറപ്പിന്മേലാണ് തീരുമാനം. നിലവിൽ മഞ്ഞപ്പിത്തം ബാധിച്ച് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് രൂപേഷ്. നടരാജ് പരശുരാമുണ്ട് വിവരങ്ങൾ നൽകാൻ. നടരാജ്, എന്തൊക്കെ ഉപാധികളുടെ പുറത്താണ് സമരം അവസാനിപ്പിച്ചത്? കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വിയ്യൂർ ജയിലിൽ നിരാഹാര സമരത്തിലായിരുന്നു രൂപേഷ്. ആരോഗ്യനിലയിൽ ആശങ്ക ഉണ്ടായതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. പിന്നീടാണ് മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചത്. തുടർന്ന് ബന്ധുക്കൾ കാണാനെത്തിയപ്പോൾ അനുവാദം ലഭിച്ചില്ല എന്ന പരാതിയൊക്കെ തന്നെ ഇക്കാര്യത്തിൽ തുടർന്നിരുന്നു. പുസ്തകം പ്രസിദ്ധീകരിക്കുന്നതിന് തടസ്സമുണ്ടാവില്ല എന്ന തരത്തിൽ ഉറപ്പ് ലഭിച്ചതിനെ തുടർന്നാണ് ഇപ്പോൾ നിരാഹാര സമരം പിൻവലിക്കുന്നത് എന്നാണ് രൂപേഷിന്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും അറിയിക്കുന്നത്. ഇക്കാര്യത്തിൽ രൂപേഷിന്റെ പുസ്തകം പ്രസിദ്ധീകരിക്കുന്ന കാര്യത്തിൽ അനുഭാവപൂർവമായ നടപടികൾ ഉണ്ടാകുമെന്ന് ജയിൽ വകുപ്പിൽ നിന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും മറുപടി കിട്ടിയെന്നാണ് ഇവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ പുസ്തകം പ്രസിദ്ധീകരിക്കാൻ തടസ്സമില്ല എന്ന വിവരം ജയിൽ വകുപ്പ് കുടുംബത്തെ അറിയിച്ചിട്ടുണ്ട്. ഇതിനെ തുടർന്ന് കുടുംബവുമായി രൂപേഷ് വീഡിയോ കോൺഫറൻസിലൂടെ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. തുടർന്നാണ് നിരാഹാര സമരം അവസാനിപ്പിച്ചിട്ടുള്ളത്. ഇപ്പോഴും രൂപേഷ് ചികിത്സയിൽ തുടരുന്നു. ശരി നടരാജ്.